വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിക്സ്ഡ് ജാർ എടുത്തിട്ട് ഒരു 10 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ഒരു നല്ല പഴുത്ത തക്കാളി ഒന്ന്, അതിനോടൊപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, പിന്നെ നമുക്ക് വേണ്ട ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 വറ്റൽമുളകിൻ്റെ പൊടിച്ചത് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വറ്റൽമുളക് 10 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് അരച്ചും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വിനാഗിരി 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു മഴയല്ലേ, അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കയ്യിൽ, അതൊന്ന് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു മസാല ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകിയെടുത്ത ഒരു 1/2 കിലോ ചിക്കനിലേക്ക് ഈ അരച്ചെടുത്ത മസാല നമ്മൾ ചേർത്ത് കൊടുത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്താൽ ചിക്കനിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇത് ചിക്കൻ മസാല ഷവായിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ളതാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും മസാല ചേർത്ത് ഇത് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ആ എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഒരുപാട് അടുപ്പിച്ചങ്ങോട്ട് ഇടരുത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കെടുക്കാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത് വെച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. ഈ ഫ്രൈയിങ് പാനിലേക്ക് ബാക്കിയുള്ള ഈ എണ്ണ ഉണ്ടാവുമല്ലോ, ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പിൻ്റെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി, അത് ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം മാത്രം ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ മസാല ഷവായിയാണ്. നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.